വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷത്തിൻ്റെ ഇതിലൊരു നല്ലൊരു അടിപൊളി മധുരം ഉണ്ടാക്കുന്നത്, നല്ലൊരു അടിപൊളി സേമിയ പായസം ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഞാനിതിലേക്ക് മിൽക്ക് മേഡോ പാൽപ്പൊടി ഒന്നും ചേർത്തിയിട്ടില്ല. നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവ വെച്ചിട്ട് നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കുക. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പോൾ അതിന് ഞാനെന്താ 1.5 ലിറ്റർ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഇതേപോലത്തെ നേരിയ സേമിയാണ്. ഇത് വറുത്ത സേമിയ തന്നെയാണ്. എന്നാലും ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് റോസ്റ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് നെയ്യിൽ കടന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി. നല്ല പോലെ ഒന്ന് നെയ്യിൽ മിക്സ് ആയതിന് ശേഷം നമ്മൾ കാച്ചി വെച്ച പാലിൽ നിന്ന് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച പാലിൽ നിന്ന് പകുതി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. പിന്നെ പകുതി പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് പോരാട്ടോ പാല്. അപ്പം ഞാൻ ബാക്കിയുള്ളത് 1/2 ലിറ്റർ വെള്ളം, തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഈ സേമിയ വേവിച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് സേമിയ നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഒഴിച്ച പാലും ഒഴിച്ച വെള്ളം നല്ലപോലെ വറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ പാലും ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1.5 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം പാടായിട്ട് 2 ലിറ്റർ നമ്മളിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞു. ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ സേമിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു കാരമൽ ചെയ്യണം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. 1/2 കപ്പ് മുഴുവനൊന്നുമില്ല കേട്ടോ, 1/2 കപ്പിൻ്റെ പകുതിയേ ഉള്ളൂ. 1/4 കപ്പിൽ കൂടുതലുണ്ട്, 1/2 കപ്പ് ഇല്ലേ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഞാൻ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലപോലെ കാരമൽ ചെയ്തിട്ടുണ്ട്. കാരമൽ ചെയ്തതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ബട്ടർ ഉണ്ടെങ്കിൽ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ല, അപ്പോൾ ഞാൻ നെയ്യാണ്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ചൂടുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം ഞാനിതിലേക്ക് 2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളമാണ്. 2.5 ലിറ്റർ പാലിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാനത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴും കിട്ടും. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്നുള്ള ഒരു കല്ലുപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ചട്ടിൻ്റെ വക്കിലൊക്കെ പിടിച്ചിട്ടുണ്ടാകും, അതെല്ലാം അതിലേക്ക് തന്നെ വരണ്ടിയിടുക. പിന്നെ നോക്കും മധുരം പോരാട്ടോ. അപ്പോൾ മൊത്തം എല്ലാം പാടെ കൂടി ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് മധുരമുള്ളൂ, ഒരുപാട് മധുരമൊന്നുമില്ല. പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതൊക്കെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അടിപൊളി പായസമാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് ഇടണം. അതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും പാടെ വറുത്തിടുന്നുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടും സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. നിങ്ങളുടെ കൂടെ തന്നെ എന്നെയും കൂട്ടണം. അപ്പോൾ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മിൽക്ക് മേഡോ പാൽപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കുടിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനിലോ അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാലൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ
നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പായസം തന്നെയാണ്. അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ